ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട 62-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ തിരുവചനം, തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആശ്രയിക്കാനുള്ള, തൻ്റെ ആശ്രയമായിരിക്കുന്ന, തൻ്റെ ആലംബമായിരിക്കുന്ന, തൻ്റെ എല്ലാമെല്ലാമായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് ദാവീദ് വിളിച്ചു പറയുക, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ, അവൻ നമ്മുടെ സങ്കേതമാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എന്നോടും നിങ്ങളോടും തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക, ആശ്രയിക്കുവാനും അഭയം പ്രാപിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയല്ലാതെ മറ്റൊരിടവുമില്ല. കർത്താവിനോട് നമുക്ക് എല്ലാം പറയാം. നമ്മുടെ സങ്കടം, സന്തോഷം, നമ്മുടെ ആവശ്യം, ആവലാതി, നമ്മുടെ ആകുലതകൾ, നമ്മുടെ പരിഹാസങ്ങൾ എല്ലാം നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവ് നമ്മെ പരിഹസിക്കത്തില്ല, നമ്മെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നമ്മെ മാറോട് ചേർത്തണച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കരുതി തന്ന് നമ്മെ ശത്രുവിൻ്റെ മുമ്പിൽ മൃഷ്ടാന്ന ഭോജനം ഒരുക്കി നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണെന്ന് ദാവീദ് താൻ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് നമ്മോട് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവപൈതലേ, എല്ലാ കാലത്തും കർത്താവിൽ ആശ്രയിക്കുന്നവരായി മാറുക. എല്ലാ കാലത്തും കർത്താവിൽ ആശ്രയിക്കുന്ന ഭക്തനെ കുറിച്ച് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കാരണം അവൻ സീസണൽ ഗോഡല്ല, ഞാൻ സേവിക്കുന്ന ദൈവം. ദൈവം എന്നും ഇന്നേക്കും അനന്യനായ ദൈവമാണെങ്കിൽ, അവന് ഗതിഭേദമില്ലാത്ത ദൈവമാണെങ്കിൽ, അവന് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ദൈവമല്ലാത്തത് കൊണ്ട് എന്നെ നന്നായി അറിയുന്ന എൻ്റെ കർത്താവ്, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമായ നാൾ മുതൽ നമ്മെ അറിയുന്ന, എന്നെയും നിങ്ങളെയും നന്നായി അറിയുന്ന കർത്താവ്, നമ്മുടെ നടപ്പും ഇരിപ്പും കിടപ്പും അറിയുന്ന കർത്താവ്, നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന കർത്താവ്, നാം കടന്നു പോകുന്ന വഴികൾ അറിയുന്ന കർത്താവ്, ഇങ്ങനെ ഒരു നല്ല ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവഭക്തനായി മാറുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവപൈതലേ, നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നുപോയാലും അതിനകത്തും നമ്മെ ജയോത്സവമായി നടത്തുന്ന, അതിനകത്തും നമ്മെ അത്ഭുതമായി മാറ്റുന്ന നമ്മുടെ സങ്കേതമായ കർത്താവ് നമുക്കുണ്ട്. ഏത് അവസ്ഥയിലും ഏത് വേളയിലും കർത്താവിങ്കൽ ആശ്രയം വെച്ച് ചുവട് വയ്ക്കുന്ന ദൈവപൈതലാകുന്നെങ്കിൽ നിങ്ങൾ തളരത്തില്ല, പതറത്തില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല, നിരാശരാകത്തില്ല. കാരണം അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നമ്മെ പിടിച്ചിരിക്കുകയാണ്, അവൻ്റെ വലങ്കരം നമ്മെ താങ്ങി നടത്തുകയാണ്. ഇങ്ങനെ യഹോവ ദൈവമായിരിക്കുന്ന ജനമായി നാം മുന്നേറുന്നെങ്കിൽ നിശ്ചയമായി നാം സന്തോഷിക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കുന്നവരും ദൈവിക കൃപയിൽ ജീവിക്കുന്നവരുമായി മാറുവാൻ ഇടയാകും. നല്ലൊരു ദിനം ആശംസിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് മുന്നേറാം. ഗോഡ് ബ്ലസ് യു ഓൾ.